ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നൊരു ട്രേഡ് എടുത്തതിൻ്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇന്ന് ഞാൻ പോയിട്ടുള്ളൊരു ട്രേഡ് എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സിലാണ്. ഇപ്പോൾ സമയം ഏകദേശം നാട്ടിലെ 9:30. ഇപ്പോൾ ഞാൻ ട്രേഡ് എടുത്തത് ഏകദേശം ഒരു കുറച്ച് ഒരു രണ്ട് മണിക്കൂർ 1 മണിക്കൂർ മുന്നേ അങ്ങനെയാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയിലാണ് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിലായിരുന്നു ഓപ്പൺ ആയത്. പിന്നെ അതുമാത്രമല്ല ഒരു ഡൗൺ മൂമെൻ്റാണ് മാർക്കറ്റിൽ ഞാൻ കണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിന്ന് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മണി വരെയുള്ള റേഞ്ച്, കാരണം ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന ടൈം അതാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി കൂടി കംഫർട്ടബിൾ ആ ടൈമാണ്. അപ്പോൾ 7 മണി വരെ വന്ന ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറാൻ നോക്കി, പക്ഷേ പിന്നെയും ഡൗൺ വരെയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഏരിയയിൽ പിന്നെയും വന്ന് ആ ഒരു ഏരിയ ബ്രേക്ക് ഔട്ട് ആയപ്പോൾ ഞാൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടൊരു ക്ലോസിങ് കിട്ടിയപ്പോൾ ഞാൻ ഒരു എൻട്രി പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ലോസ് ഇത്തിരി വലുതായിരുന്നു, കാരണം ഏകദേശം 1.5% സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ടായിരുന്നത്. ഏകദേശം ഒരു 800 രൂപ 850 രൂപ വരെ അടുത്ത് സ്റ്റോപ്പ് ലോസ് വരുമായിരുന്നു. പക്ഷേ എനിക്ക് ആ റേഞ്ചെങ്കിലും മിനിമം വേണം ആ സ്റ്റോപ്പ് ലോസ്, കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെറിയൊരു എൻ്റെ 0.4-0.8% സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ എനിക്കൊരു പക്ഷേ അത് ഹിറ്റ് ചെയ്തിട്ട് പിന്നെ ഡൗൺ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് റിസ്ക് എടുത്തു, കാരണം ഞാനിപ്പോൾ പഠിക്കുന്ന ഒരു സ്റ്റേജിലാണ് ട്രേഡിങ്. അപ്പോൾ പോയി കിട്ടിയ ആ ഒരു മൈൻഡിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എൻ്റെ സ്ട്രാറ്റജിക്ക് എതിരെയാണ്. പക്ഷേ എനിക്ക് നമ്മളെല്ലാ ട്രേഡും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല. ചില ട്രേഡുകളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എൻട്രി എടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ടാർഗറ്റ് ഏകദേശം 5550 ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ചിൽ വെച്ചിട്ടുണ്ട്. ഇനിയും ആ റേഞ്ചിലേക്ക് തിരിച്ച് കയറാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണേക്കാളും ബെറ്റർ ഇത്തിരി സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് താഴെ വെക്കണതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ ഞാൻ എന്തായാലും നിലവിൽ ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് ആ മൈൻഡിലാണ് നിൽക്കുന്നത്. അതിപ്പോൾ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റേഞ്ചിൽ പോവും, അല്ലെങ്കിൽ നോർമലി. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രേഡ് സക്സസ്ഫുള്ളി ഹിറ്റായേക്കാണ്. അപ്പോൾ ഏത് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസും റിസ്ക് റിവാർഡും നോക്കി കളിക്കുക. ഇതിലിപ്പോൾ റിസ്ക് ഇത്തിരി കൂടുതലാണ്, പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ താഴെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ട്രയൽ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ പിന്നീട് ടാർഗറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ എൻ്റെ ടാർഗറ്റ് 0.8 നോക്കിയുള്ളൂ. ഗ്രീഡി മൈൻഡിൽ ലോങ് എടുക്കാൻ നിന്നില്ല, കാരണം ഇപ്പോൾ ആണെങ്കിലും മാർക്കറ്റ് റിവേഴ്സിലാവാം, കാരണം നല്ലൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഡൗൺ ട്രെൻഡിലാണ്, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഒരു റേഞ്ചിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.